നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമല്ലേ? ജനാധിപത്യം എവിടെയൊക്കെയോ കശാപ്പ് ചെയ്യപ്പെട്ട് എന്നൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് വെച്ചാൽ BJP ഇതര രാഷ്ട്രീയ കക്ഷികൾ ഒക്കെ ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പം വോട്ട് പിടിക്കാനുള്ള ശ്രമം നടത്തുന്നത്. അതിനിടയിലാണ് നമുക്ക് കർപ്പൂരി താക്കൂർ എന്ന രാഷ്ട്രീയക്കാരൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നിയത്. ഈ കർപ്പൂരി താക്കൂർ ഇപ്പോൾ ചർച്ചാ വിഷയം, അതിൻ്റെ കാരണം എന്താണെന്ന് എല്ലാവർക്കും പൊതുവിൽ അറിയാവുന്ന കാര്യമാണ്. 1988 ഫെബ്രുവരി മാസത്തിലാണ് അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിന് രാജ്യം പരമോന്നത ബഹുമതി നൽകി ആദരിച്ചത് നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണ്. അത് വിവാദവുമായിരുന്നു. അതവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെന്നൊക്കെ അന്നൊരു വിവാദമൊക്കെ ഉയർന്നു വന്നിരുന്നു. നമുക്ക് ആദ്യം ആരാണ് കർപ്പൂരി താക്കൂർ എന്നൊന്ന് നോക്കാം. ബീഹാർ സമസ്തിപൂർ ജില്ലയിലെ ഒരു സാധാരണ നായി കുടുംബത്തിലാണ് കർപ്പൂരി താക്കൂർ ജനിച്ചത്. നായി സമുദായം ആ നാട്ടിലെ ക്ഷുരക സമുദായമാണ്. എന്ന് വെച്ചാൽ മുടിയൊക്കെ മുറിക്കുന്ന ആൾക്കാരായിരുന്നു അത്. ബീഹാറിൻ്റെ മുഖ്യമന്ത്രി കൂടിയായിരുന്ന അദ്ദേഹം മഹാത്മാഗാന്ധിയുടെയും സത്യനാരായണ സിൻഹയുടെയും ഒക്കെ ആശയങ്ങൾ ഉൾക്കൊണ്ട് അവരെ സ്വന്തം ഗുരുവായി കണ്ടാണ് പ്രവർത്തനത്തിന് ഇറങ്ങിയിരുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടതായും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്വാതന്ത്ര്യമൊക്കെ ലഭിച്ചതിന് ശേഷം അദ്ദേഹം പിന്നെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് കടന്നു. കർപ്പൂരി ഗ്രാമത്തിലെ തന്നെ ഒരു സ്കൂളിൽ അധ്യാപകനായി അദ്ദേഹം ജോലിക്ക് കയറുകയായിരുന്നു. ഈ ജോലിക്ക് കയറിയെങ്കിലും അദ്ദേഹം ജീവിതം കൊണ്ടൊരു പൊതുപ്രവർത്തകനായിരിക്കണം എന്നാണ് ഏറെക്കാലവും ആഗ്രഹിച്ചത്. അതുകൊണ്ടാകും അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്ക് ഇറങ്ങി. അങ്ങനെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ വിധാനസഭാംഗമായി 1952 അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ജനതാ പാർട്ടിയിൽ അംഗമായി മാറി. പിന്നാക്ക സമുദായങ്ങളുടെ ഉന്നമനമായിരുന്നു അദ്ദേഹം ലക്ഷ്യം വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ജനനായകൻ എന്ന് വിളിച്ചു തുടങ്ങി. അധികാരം സ്വന്തം കാര്യം നോക്കുന്നതിന് വേണ്ടിയല്ല എന്ന് സ്വന്തം ജീവിതത്തിലൂടെയാണ് അദ്ദേഹം നമുക്കൊക്കെ കാണിച്ചു തന്നത്. അതിനൊരു ഉദാഹരണമായി എടുത്തു പറയേണ്ടത് കർപ്പൂരി താക്കൂർ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പോലും അദ്ദേഹത്തിന്റെ പിതാവ് സ്വന്തം ജോലിക്കായി പോയിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ ക്ഷുരക പ്രവൃത്തി ചെയ്യുന്നതിനായി, ജോലി ചെയ്യുന്നതിനായി പോയിരുന്നു. 1970കളിലായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നത്. ആ കാലത്താണ് പിന്നാക്ക വിഭാഗങ്ങളെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സംവരണം എന്നുള്ള സിസ്റ്റം അവതരിപ്പിച്ചത്. 1978 OBC വിഭാഗങ്ങൾക്ക് ഏകദേശം 26% സംവരണം ഏർപ്പെടുത്താനുള്ള തീരുമാനം കർപ്പൂരി താക്കൂർ എടുത്തു. വളരെ വിപ്ലവകരമായ ഒരു തീരുമാനം തന്നെയായിരുന്നു. പക്ഷെ അതൊന്നും അന്നത്തെ ജനസംഘത്തിന് ഇഷ്ടപ്പെട്ടില്ല. ജനസംഘം പരസ്യമായി എതിർപ്പൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തേക്ക് ഇറങ്ങി. അക്കാലത്ത് അവർ മുഴക്കിയ ഒരു മുദ്രാവാക്യത്തിന് ഇപ്പോഴും വളരെയധികം പ്രസക്തിയുണ്ട്. ആ മുദ്രാവാക്യം ഇങ്ങനെയായിരുന്നു: ഈ സംവരണം എങ്ങനെയുണ്ടായി, അതിനെ കർപ്പൂരിയുടെ അമ്മ പെറ്റു എന്നായിരുന്നു അത്. തീർത്തും അവഹേളിക്കുന്ന രീതിയിലുള്ള, കർപ്പൂരി താക്കൂറിനെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു മുദ്രാവാക്യമാണ് എന്ന് നമുക്കിപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ജനസംഘത്തിന് പിന്നീട് എന്ത് മാറ്റം സംഭവിച്ചു എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അവരുടെ രാഷ്ട്രീയം ഏത് തരത്തിലുള്ളതാണെന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അത് അവിടെയൊന്നും അവസാനിച്ചില്ലെന്നേ. സംവരണത്തിന്റെ പേരിൽ പിന്നാക്ക സമുദായക്കാർ തെരുവിൽ ആക്രമിക്കപ്പെടുകയായിരുന്നു, അതും സവർണ സമുദായത്തിൽപ്പെട്ടവരിൽ നിന്ന്. ഇതോടെ 79, അതായത് ഈ രക്തരൂക്ഷിതമായ ആക്രമണങ്ങളാണ് നടന്നത്. അങ്ങനെയാണ് 79 ഈ സർക്കാരിന് രാജിവെച്ച് ഒഴിയേണ്ടി വന്നത്. പക്ഷെ ബീഹാറിൽ വന്ന മുഖ്യമന്ത്രിമാരെല്ലാം കർപ്പൂരി താക്കൂർ എന്ന ജനനായകൻ കൊണ്ടുവന്ന രീതിയാണ് പിന്തുടർന്നത്. തുടർന്ന് ആ സംവരണം 65% ഉയർത്താനും ഒക്കെ കഴിഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മദ്യനിരോധനം ഏർപ്പെടുത്തുക തുടങ്ങി ശ്രദ്ധേയമായ പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നടപ്പിലാക്കപ്പെട്ടത്. വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം നടത്തിയ ശ്രമങ്ങളും മാറ്റങ്ങളും ഇപ്പോഴും എവിടെയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത് ഏതൊരു ഭരണാധികാരിയെയും അദ്ദേഹത്തിന്റെ അധികാരസ്ഥാനത്ത് ഇരിക്കുന്ന സമയത്ത് നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങളാണ് എന്ന് നമുക്ക് പൊതുവിൽ പറയാമെങ്കിലും ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കളും ജനസേവകരും പഠിക്കേണ്ട ചില ശീലങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിലെടുത്തു പറയേണ്ടത് ലാളിത്യം തന്നെയായിരുന്നു. അത് വെളിവാക്കുന്ന ഒരു കഥയുണ്ട്. 1977 അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടന്ന ഒരു കഥയാണിത്. ഡൽഹിയിലും പാട്നയിലും ജനതാ സർക്കാരായിരുന്നു അക്കാലത്ത് അധികാരത്തിലൊക്കെ ഉണ്ടായിരുന്നത്. അന്ന് ജയപ്രകാശ് നാരായണന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിനായി പ്രവർത്തകർ എല്ലാവരും കൂടെ ഒത്തുകൂടിയിരുന്നു. അദ്ദേഹത്തിനെ ലോക്നായക് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ആ കൂട്ടത്തിൽ കർപ്പൂരി താക്കൂറും ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ കണ്ടവരെല്ലാം മൂക്കത്ത് വിരൽ വെച്ചു. കാര്യം വേറൊന്നും ആയിരുന്നില്ല, ഒരു മുഖ്യമന്ത്രിക്ക് ചേരാത്ത വിധമുള്ള ഒരു വേഷവിധാനമൊക്കെ ആയിരുന്നു താക്കൂറിൻ്റെത്. എന്ന് വെച്ചാൽ വളരെ ഉയർന്ന രീതിയിലുള്ളൊന്നുമല്ല, വളരെ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ടാണ് അദ്ദേഹം ആ സ്ഥലത്തേക്ക് എത്തിയത്. ഇത് ചന്ദ്രശേഖർ ശ്രദ്ധിച്ചു. അദ്ദേഹം അവിടെ കൂടിയ പ്രവർത്തകരോട് താക്കൂറിന് ഒരു പുതിയ വസ്ത്രം വാങ്ങുന്നതിന് സംഭാവന ചെയ്യാനായി ആവശ്യപ്പെടുകയായിരുന്നു. പ്രവർത്തകരെല്ലാം പറഞ്ഞത്
ഈ പറഞ്ഞതെല്ലാം അനുസരിച്ചു. ഒരു വസ്ത്രം വാങ്ങുന്നതിനുള്ള തുക പിരിവെടുത്ത് അദ്ദേഹത്തിന് സംഭാവനയും ചെയ്തു. അവിടെയാണ് കർപ്പൂരി താക്കൂറിൻ്റെ മഹത്വം വീണ്ടും വെളിപ്പെടുന്നത്. എവിടെ നിന്നൊക്കെ എന്തൊക്കെ ലഭിക്കുമോ എന്ന് നോക്കി നടക്കുന്ന നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് അദ്ദേഹത്തെ ഒരു മാതൃകയായി നമുക്ക് കാണാവുന്നതാണ്. ഇലക്ട്രൽ ബോണ്ട് വഴി നമ്മുടെ രാജ്യത്തെ കൊള്ളയടിക്കാൻ പുതിയ മാർഗങ്ങൾ കാണുന്ന രാഷ്ട്രീയ കക്ഷികളും കർപ്പൂരി താക്കൂർ എന്ന മനുഷ്യനെ കണ്ടു തന്നെ പഠിക്കണം. കാര്യം അദ്ദേഹം ആ തുക പ്രവർത്തകരിൽ നിന്ന് സ്വീകരിച്ചു. പക്ഷേ അത് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുകയും ചെയ്തു. എന്താ അല്ലേ? ഇന്നത്തെ രാഷ്ട്രീയക്കാർ കണ്ടുപിടിക്കേണ്ട പല ഗുണങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം എടുത്താൽ ഉടൻ തന്നെ ജീവിതം ആർഭാടപൂർണമാക്കി തീർക്കുന്നവരാണ് ആധുനിക കാലത്തെ ഈ കണ്ടംപററി പവർ പൊളിറ്റിക്സിന്റെ കാലത്തെ പൊതുപ്രവർത്തകരെന്ന് പറഞ്ഞാൽ. കാൽനടയായി പ്രവർത്തനം നടത്തിയ താക്കൂറിനെ പഠിക്കാൻ കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഇവരുടെയൊക്കെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയും. ഇത്തവണ അദ്ദേഹത്തിന് ഭാരതരത്ന നൽകിയത് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആദർശത്തോടുള്ള അനാദരവ് തന്നെയായിട്ടാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ ഒരു കാലത്ത് അധിക്ഷേപിക്കുകയും വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് അത് പിന്നീട് അംഗീകരിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണല്ലോ നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്.